ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള രാജാസാബ് എന്ന് പറയുന്ന സിനിമ ഇന്നലെ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വമ്പൻ കളക്ഷൻ തന്നെ ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. സമ്മിശ്ര അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രഭാസ്, നിധി അഗർവാൾ, മാളവിക മോഹൻ, സഞ്ജയ് ദത്ത്, സെറീന ബഹാബത്ത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി മാരുതി അണിയിച്ചൊരുക്കി ഇന്നലെ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ദി രാജാസാബ് എന്ന് പറയുന്ന സിനിമ. 400 മുതൽ 450 കോടിയോളം ബഡ്ജറ്റ് എത്തുന്ന ചിത്രം ആദ്യ റെക്കോർഡ് കളക്ഷന് സ്വന്തമാക്കിയാണ്. തുടർച്ചയായിട്ടുള്ള ഒരു പ്രഭാസ് ചിത്രം ഇപ്പോഴത്തെ 100 കോടി നേടുന്ന ചിത്രമായിട്ട് മാറുകയാണ് രാജാസാബ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് ഇന്നലെ ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് 112 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകളും അതോടൊപ്പം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പുറത്തുവിടുന്നത്. പൊങ്കൽ റിലീസായിട്ട് എത്തിയ ചിത്രം ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 112 കോടി ആദ്യദിനം സ്വന്തമാക്കി. കഴിഞ്ഞ വർഷം പ്രഭാസിൻ്റെതായിട്ട് റിലീസിനെത്തിയ ചിത്രമായത് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. ചിത്രം ആദ്യദിനം 191 കോടിയായിരുന്നു സ്വന്തമാക്കിയത്. ആ ഒരു കളക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാജാസാബ് എന്ന് പറയുന്ന ചിത്രം കളക്ഷനിൽ നേരിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വീക്കെൻഡിൽ നല്ല രീതിയിൽ കളക്ഷൻ സ്വന്തമാക്കി 400 മുതൽ 500 കോടി വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാലും ചിത്രത്തിന് മിക്സഡ് റെസ്പോൺസാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ ഇടിയുവോ അല്ലെങ്കിൽ കുതിച്ചുയരുമോ എന്ന് കണ്ടുതന്നെ അറിയാം. അപ്പോൾ ഇത് രാജാസാബ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ചിത്രം ഫൈനൽ എത്ര കോടി വരെയും കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.